എല്ലാവരുടെയും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നവരാണ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ഇപ്പോൾ വർത്താനമൊക്കെ പറയുമ്പം യു ആർ സോ ഹാപ്പി. എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ. പക്ഷേ ഇത് ഇച്ചിരി കടന്നതാണെങ്കിലും അതിൻ്റെ ആഘാതം അറിയാത്ത വിധത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം താങ്ങുന്നുണ്ട് അനുദിനം. കാരണം നല്ല ജീവിത പങ്കാളി, നല്ല മക്കൾ, നല്ല സാഹചര്യങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് ഏറിയിരിക്കുന്നിടത്ത് ഈശ്വരൻ്റെ കാരുണ്യം നിങ്ങളിൽ കൂടുതലാണ്. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മളും സാധാരണക്കാരും കുറച്ചുകൂടെ സ്പെഷ്യലി സപ്പോർട്ടഡാണ്. ദൈവം നിങ്ങളെ കൈകളിൽ താങ്ങിയിരിക്കുന്നവരാണ്. അതിസാധാരണമായ സാഹചര്യത്തിൽ ഓരോരോ ശാരീരിക ബലഹീനതകളൊക്കെ ഉണ്ടായി അല്ലേ? പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതം, ഇപ്പം നമുക്കിവിടെ സിസ്റ്റർ പാടുന്നത് തന്നെ ജീവിതം സമ്പന്നമാക്കാനുള്ളതാണ്, ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ളതാണ്, ജീവിതം വളരെ തൃഷ്ണയുള്ളതാക്കാനാണ്, ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. അല്ലാതെ കരഞ്ഞും പിടിച്ചും മേലാഴിയെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ല. അങ്ങനെയുള്ളവരാണ്. യു ആർ ദ റോൾ മോഡൽസ്. മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തരും. ഞാൻ എല്ലാവരെയും കണ്ടപ്പോൾ നല്ല സുന്ദരികളുമായിട്ടൊക്കെ ഒരുങ്ങി വന്നു. ഒത്തിരിയേറെ ദൂരെ നിന്ന് തന്നെ രാവിലെ തന്നെ വരിക. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അടിമാലി കുഞ്ചിത്തണ്ണിന്നൊക്കെ വന്നിരിക്കുന്നു രാവിലെ തന്നെ. ഇവിടുത്തെ നമ്മൾ അതിരമ്പഴയും ആർപ്പക്കരയൊക്കെ ഉള്ളവർ നീണ്ടൂരുള്ളവരൊക്കെ താമസിച്ചാവുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഓണനാളുകളിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ പല ക്രിസ്മസിന്, ഓണത്തിന്, വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ കൂടുതലേ കൂടുന്നു. 3 പ്രാവശ്യം നമ്മൾ കൂടുന്നുണ്ട്. ആ 3 പ്രാവശ്യം ഞാൻ ഈ 5 വർഷം കൊണ്ട് ഞാൻ ജനപ്രതിയായിട്ട് പല സ്ഥലങ്ങളിലും ആഘോഷങ്ങളിലോ അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ പോകുമ്പോഴും പക്ഷേ ഇത്രയും പോസിറ്റീവായിട്ട് ചലനാത്മകമായിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. സീ ഹാവ് എ ബിഗ് അപ്ലോസ്. കൈയടിച്ച് എല്ലാവരും ഞാൻ വെറുതെ പറയാൻ വേണ്ടി പറയുകയല്ല. ഓരോരുത്തരും പരിവേദനകൾ, കാര്യങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. പക്ഷേ ജീവിതത്തെ വളരെ സ്വച്ഛമായിട്ട് പക്വമായിട്ട് ജീവിതത്തെ നേരിടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്വതയോടെ ജീവിതത്തെ കാണുകയാണ്. കാരണം നമ്മുടെ ജീവിതം അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു അല്ലേ? പക്ഷേ നമുക്കറിയാം ഈ ഒരു കൂട്ടായ്മയിലാണ് എനിക്ക് തോന്നുന്നത് വർഷത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കൂടുന്നതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളിപ്പോൾ 1 മാസം മുമ്പേ ഒരുക്കമായിരുന്നു അല്ലേ? ഈ 30-ാം തീയതി ഒരുമിച്ച് ഒരുമിച്ചായിരിക്കാമെന്നുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾ 1 മാസം മുമ്പേ അതിനുള്ള ക്രമീകരണം നടത്തിയെടുക്കും. അതുപോലെ നമുക്ക് കൊച്ചുമോനെ, മക്കളെ, മരുമക്കളെ, ജീവിത പങ്കാളി എല്ലാമായിട്ട് ആഘോഷമായിട്ട് ഒരാളിനോട് പറയാം ഞങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. പ്രത്യേകിച്ച് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ ഞങ്ങളുടെ കൂടെ ഈശ്വരൻ ഒത്തിരി പേരെ തന്നിട്ടുണ്ടെന്ന്. യു ആർ കറക്റ്റ്. കറക്റ്റാണ്. ജീവിതം വല്ല വ്യഥയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരെക്കായാലും ബൗദ്ധികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബലഹീനതകളുണ്ട്. അത് നമ്മളെ പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നെങ്കിൽ പോലും അതൊക്കെ മറികടന്നുകൊണ്ട് അതൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തെ അതിസാധാരണമായ ജീവിതത്തെ നിങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തെ സാഗൂതം കൊണ്ടാടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്കണം. നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട് തമ്പുരാൻ്റെ കൂടെ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകും. എത്ര വലിയ ഉന്നതന്മാരാണേലും, എത്ര നല്ല